സ്വർണ്ണക്കട ഉടമയായിരുന്ന ഒരാൾ. അയാളൊരു മധ്യവയസ്കനായിരുന്നു. അയാള് എന്നും രാത്രി കടയടച്ചതിന് ശേഷം തന്റെ ഒരു ബാഗുമായിട്ട് വീട്ടിലേക്ക് നടന്നു പോകും. എന്നാൽ ഇത് മനസ്സിലാക്കിയ കുറച്ച് കുറ്റവാളികൾ ഒരു ദിവസം അയാളെ കൊലപ്പെടുത്തുന്നു. എന്നിട്ട് ആ ബാഗ് കൈക്കലാക്കുന്നു. കൊലപ്പെടുത്തിയതിനു ശേഷം ആ കുറ്റവാളികൾ ആ ബാഗ് തുറന്നു നോക്കുന്നു. എന്നാൽ ആ ബാഗിനകത്തുണ്ടായിരുന്നത് എന്താണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോണോ CCTV ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നടന്ന ഈ കൊലപാതകം തെളിഞ്ഞത് വലിയ ഒരു ട്വിസ്റ്റ് അല്ല, മറിച്ച് ഒരു ചെറുപ്പക്കാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കറുത്ത കരി കൊണ്ട് എഴുതി വെച്ച ഒരു വണ്ടി നമ്പറിന്റെ പേരിലാണ്. അതെ, ഇത് കോഴിക്കോടിനെ നടുക്കിയ ചന്ദ്രൻ വധക്കേസ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ഫെബ്രുവരി 11 കോഴിക്കോട് മിഠായി തെരുവിന് ഓരത്തായി അനിൽ ജ്വല്ലറി വർക്ക്സ് എന്ന് പറയുന്ന ചെറിയൊരു സ്വർണ്ണപ്പണി കടയുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ആളുടെ പേര്, അതല്ലെങ്കിൽ ആ കടയുടെ പ്രൊപ്പറേറ്ററുടെ പേര് ചന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം ഒരു മധ്യവയസ്കനായിരുന്നു. ചെറിയ കട ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം സെയിൽസിന് വെച്ചിട്ടുണ്ടാവുമായിരുന്ന സ്വർണം ബാക്കി വരുന്നത് സ്വന്തം ബാഗിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. അന്ന് പതിവ് പോലെ തന്നെ അദ്ദേഹം കോട്ടോളി LIC നഗറിലുള്ള തന്റെ വീട്ടിലേക്ക് സ്വർണ്ണക്കട അടച്ചതിന് ശേഷം കയ്യില് ബാക്കി വന്ന സ്വർണം ബാഗിലാക്കിക്കൊണ്ട് നടന്നു പോവുകയാണ്. സമയം രാത്രിയായിരിക്കുന്നു. തന്റെ അച്ഛൻ വരാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മകൻ വീടിന്റെ കോലായിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്. കള്ളൻ കള്ളൻ എന്ന് അലറി വിളിക്കുന്ന ഒരു ഒച്ച അദ്ദേഹം കേട്ടു. തന്റെ അച്ഛന്റെ ശബ്ദമാണല്ലോ അത്. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഗേറ്റിന് വെളിയിലേക്ക് ഓടി വരികയാണ്. പക്ഷേ അവിടെ തെരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തിന് 2 ചെരുപ്പ് മാത്രമായിരുന്നു അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. തന്റെ അച്ഛനെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിനു ശേഷം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ പരിസര പ്രദേശം ഒന്നാകെ അവന്റെ അച്ഛന് വേണ്ടിയിട്ട് പരിശോധിച്ചു. എന്നാൽ ആ ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ യാതൊരു അവശേഷിപ്പും ബാക്കി വെക്കാതെ അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്വർണത്തിന്റെ ബാഗും അത് ഒരേ സമയം തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവരെല്ലാവരും പരിഭ്രാന്തരായതിനു ശേഷം നാട്ടുകാരും നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പിറ്റേ ദിവസം രാവിലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിക്കാരൻ നേരിട്ട് വരികയാണ്. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, സാർ, ഇനി അച്ഛനെ തിരയണ്ട, അച്ഛന്റെ ഡെഡ് ബോഡി കിട്ടിയിരിക്കുന്നു. പോലീസുകാർ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിനെ കാണാതായ കേസ് ഇന്നലെ രാത്രിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് അന്വേഷണം പൂർണ്ണമാകുന്നതിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇത്തരമൊരു മറുപടി പോലീസുകാർ തീരെ പ്രതീക്ഷിക്കുന്നില്ല. പോലീസുകാർ ചോദിക്കുകയാണ്, എന്ത് ഡെഡ് ബോഡിയോ? അച്ഛനെ കാണാത്തതിന്റെ പരാതി ഇന്നലെ രാത്രിയാണല്ലോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പോലീസുകാർ അവനോട് ചോദിക്കുകയാണ്, നിങ്ങളോട് ആരാണ് ഈ കാര്യം പറഞ്ഞത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയത്? പോലീസിന് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി? സാർ, അതൊന്നും എനിക്കറിയില്ല സാർ. എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ മലപ്പുറം ചങ്കുവെട്ടിയിൽ നിന്നുമാണ് അച്ഛന്റെ ബോഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. പോലീസും ചന്ദ്രന്റെ മകനും കൂടി ഉടനെ തന്നെ സ്പോട്ടിലേക്ക് എത്തുകയാണ്. മൃതദേഹം ചന്ദ്രന്റേത് തന്നെയാണെന്നോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ആദ്യ ശ്രമം. പോലീസ് അവിടെ ചെന്ന സമയത്ത് കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. കാരണം ചന്ദ്രന്റെ മൃതദേഹം അവിടെ ഹൈവേയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പൂഴിമണലിൽ ഇങ്ങനെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കല്ലും മണലുമെല്ലാം തറിച്ചു കയറിയ രൂപത്തിലും കാണപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ട ഉടനെ പോലീസിനൊരു കാര്യം മനസ്സിലാവുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും അതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന മോതിരവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും കളവ് പോയിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഴുത്തിൽ എന്തോ കൊണ്ട് വലിഞ്ഞു മുറുക്കിയ പാടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ പോലീസ് മനസ്സിലാക്കുകയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് മറ്റെവിടെയോ വെച്ചിട്ടാണ്. മാത്രമല്ല, സഞ്ചരിക്കുന്ന വണ്ടിയിൽ വെച്ചുകൊണ്ടാണ് ഈ ബോഡി പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെ പോലീസ് അനുമാനിക്കുകയാണ് ഇത് വെറുമൊരു കൊലപാതകമല്ല, മോഷണ ശ്രമത്തിനെ തുടർന്നുണ്ടായ ഒരു കൊലപാതകമാണ്. പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും പോലീസിന് കിട്ടുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിലുള്ള സ്വർണ്ണ വ്യാപാരികളെല്ലാം ഒന്നടങ്കം ഭയന്നുപോയി. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു, കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അന്ന് സിബി മാത്യൂസ് ആയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ. അദ്ദേഹം ഇവരുമായി ഒരു ചർച്ച നടത്താൻ തയ്യാറായി നിന്നു. എന്നാൽ അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്ന സ്വർണ്ണ വ്യാപാരികൾക്കിടയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോലീസിനോട് പറഞ്ഞു, സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉടനെ തന്നെ അവനെ പോലീസ് അകത്തേക്ക് വിളിച്ചു. ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പോലീസുകാർ അവനോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞത് കേട്ട സിബി മാത്യൂസ് അടക്കമുള്ള സകലമാന പോലീസുകാരും സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം പറഞ്ഞത്, സാർ, ഇന്നലെ രാത്രി
ഞാൻ പുതിയറ ഭാഗത്തുള്ള ഒരു തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നീല അംബാസിഡർ കാറ് വളരെ സ്പീഡിൽ ഇങ്ങനെ പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടിരുന്നു. അതൊരു ദൂരഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നപ്പോൾ തന്നെ സ്പീഡ് കണ്ടിട്ടാണ് ഞാൻ ആ വണ്ടി ശ്രദ്ധിച്ചത്. ഞാൻ വെറുതെ അതിനകത്തേക്ക് നോക്കിയ സമയത്ത് ഒരാള് ഇങ്ങനെ കുതിര മാറാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം എന്റെ വിടു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നി സാർ. അതൊരു നീല കളറുള്ള ഒരു അംബാസഡർ കാർ ആയിരുന്നു സാർ. പക്ഷെ എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ കാറ് പെട്ടെന്ന് തന്നെ പാസ് ചെയ്തു പോയി. പക്ഷെ സാർ, ഞാനൊരു കാര്യം ചെയ്തു. എനിക്ക് ഇങ്ങനെ സംശയം തോന്നിയത് കൊണ്ട് തന്നെ ആ കടയിൽ നിന്ന് ഞാനൊരു കഷ്ണം കരി എടുത്തിട്ട് ആ കാറിന്റെ നമ്പർ അവിടെ ഉണ്ടായിരുന്ന മതിലിന് മേലെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് സാർ. പോലീസ് ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അദ്ദേഹം ആ മതിലിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാണെന്ന് ആദ്യം പരിശോധിച്ചു. അത് KL 51489. അതൊരു കോട്ടയം രജിസ്ട്രേഷൻ കാറായിരുന്നു. കോഴിക്കോട് നടന്ന കൊലപാതകത്തിൽ കോട്ടയം രജിസ്ട്രേഷനുള്ള കാറ് എന്തായിരിക്കും അതിന്റെ പങ്ക്? പോലീസുകാരുടെ അന്വേഷണം അതുവഴി സഞ്ചരിച്ചു. പിന്നീട് പോലീസുകാര് കോട്ടയം RTOയുമായി ബന്ധപ്പെട്ടു. അത് ടാക്സി ഡ്രൈവറായിരുന്ന ഷാജി എന്ന് പറയുന്ന ആളുടെ പേരിലായിരുന്നു ഈ അംബാസഡർ കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറുവശത്ത് മറ്റൊരു പോലീസ് സംഘം കോട്ടയം മുതൽ കോഴിക്കോട് വരെയുള്ള സകല പെട്രോൾ പമ്പുകളും പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇത് ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തിൽ എണ്ണ അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ കാർബൺ പേപ്പറിൽ തുക എത്രയാണെന്ന് എഴുതി നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഇത്രയും ദൂരം ഓടിയ ഈ വണ്ടിയിൽ എന്തായാലും ഏതെങ്കിലും ഒരു പമ്പിൽ നിന്നും കുറച്ചധികം എണ്ണ അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏത് പമ്പിൽ നിന്നാണെന്നും അത് ഈ പറഞ്ഞ വണ്ടി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇത്രയധികം എണ്ണ, ഒരു 3000 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും ഈ പറഞ്ഞ, അതായത് ഈ എഴുതി വെച്ചിരിക്കുന്ന രൂപരേഖയിൽ പെടുത്തിയിരിക്കുന്ന ഈ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കറക്റ്റ് ആണ് എന്നുള്ളതും പോലീസ് കണ്ടുപിടിക്കുകയാണ്. പോലീസ് നേരെ കോട്ടയത്തേക്ക് പാഞ്ഞു പിടിച്ചു. സ്ഥലത്തെത്തിയ പോലീസ് ഉടനെ തന്നെ ഷാജിയെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഷാജിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഷാജി തുറന്നു പറഞ്ഞു. കാലൻ സാബു എന്നു പേരുള്ള ഒരു ഗുണ്ടയാണ് അന്ന് ഷാജിയുടെ വണ്ടി വിളിക്കുന്നത്. കൂട്ടത്തിൽ ദിലീപ് എന്നും മുരുകൻ എന്നും പേരുള്ള 2 ക്രിമിനലുകളും ഉണ്ടായിരുന്നു. ഇതിൽ മുരുകനാണ് മാസ്റ്റർ മൈൻഡ്. മുരുകൻ കുറച്ചധികം കാലം കോഴിക്കോട് ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ, അതായത് ചന്ദ്രനെ നിരീക്ഷിക്കാനും ചന്ദ്രന്റെ കയ്യിൽ ഇത്രയധികം സ്വർണം ഉണ്ടാകുമെന്നും രാത്രിയിൽ ആറുമില്ലാത്ത വഴിയിലൂടെയാണ് ഇദ്ദേഹം വീട്ടിലേക്ക് പോകാറുള്ളതെന്നും ഈ ബാഗ് തങ്ങളുടെ കൈവശപ്പെടുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അയാള് ഷാജിയുടെ കയ്യിൽ നിന്നും, അതായത് ഗുണ്ട സാബു വഴി ഈ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നത്. അങ്ങനെ അവർ അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം രാത്രി ചന്ദ്രന്റെ വീടിന് മുന്നിൽ ഒളിച്ചിരിക്കുകയാണ്. സമയം ശ്രദ്ധിക്കുക, രാത്രി ഇതേ സമയത്ത് തന്നെയാണ് മകൻ സിറ്റ് ഔട്ടിൽ അച്ഛനെയും കാത്തിരിക്കുന്നത്. അങ്ങനെ വണ്ടി വന്നു. ചന്ദ്രൻ വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നെയായി ചന്ദ്രന്റെ കയ്യിലുള്ള ആ കറുത്ത ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് അംബാസഡർ കാർ ദൂരത്തേക്ക് പാഞ്ഞു. എന്നാൽ ബുദ്ധിമാനായിരുന്ന ചന്ദ്രൻ അവരെ വിടാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ വണ്ടിയുടെ പുറകിലോടി. തൽക്ഷണം വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. ചന്ദ്രനെ ആ വണ്ടിയുടെ ഉള്ളിലേക്ക് അവർ വലിച്ചിട്ടു. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വായിലേക്ക് ഒരു തോർത്ത് തിരികെ വെച്ചു. ഈ സമയത്താണ് കോഴിക്കോട് പുതിയറ ഭാഗത്ത് കൂടി ആ കാർ സഞ്ചരിച്ചതും കാറിന് നമ്പർ രേഖപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ഈ കാഴ്ച കാണുന്നതും. പിന്നീട് ഈ കാറിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഇവർ ക്രൂരമായി കൊലപ്പെടുത്തി വഴിയിലേക്ക് തള്ളിവിട്ടു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ കമ്മീഷണറായ സിബി മാത്യു സാറ് മുരുകനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് ആ വലിയ ബാഗിൽ നിന്ന് കിട്ടിയ ഈ സ്വർണങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. മുരുകൻ കരഞ്ഞുകൊണ്ട് പോലീസിനോട് പറയാണ്, സാർ, സത്യത്തിൽ ആ ചന്ദ്രൻ ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത്. ആ ബാഗിൽ ഉണ്ടായിരുന്നത് മുഴുവൻ മുക്കുപണ്ടമായിരുന്നു. ഇവിടെയാണ് മറ്റൊരു കാര്യം. ചന്ദ്രൻ എത്രത്തോളം ബുദ്ധിമാനാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് അദ്ദേഹം കസ്റ്റമേഴ്സിനെ കാണിക്കുന്ന മോഡലാണ് ഡെയിലി ബാഗിൽ കീപ്പ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇതേ സമയം തന്നെ അദ്ദേഹത്തിന് ഓർഡർ കിട്ടുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം കടയിൽ വെച്ചുകൊണ്ട് സ്വർണം പണിഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. കേസിൽ ഷാജി പിന്നീട് മാപ്പ് സാക്ഷിയാവുകയാണ്. ബാക്കി 3 പേർക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇദ്ദേഹത്തിന്, അതായത് ചന്ദ്രൻ ചേട്ടന് 3 മക്കളായിരുന്നു. ഇവർ 3 പേരിൽ ഒരാൾ ആൺകുട്ടിയും ബാക്കി 2 പെൺകുട്ടികളും. ഇന്ന് അദ്ദേഹത്തിന്റെ 3 മക്കളും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ഡോക്ടർമാരാണ്. കാലം അദ്ദേഹത്തിന് നീതി നൽകി എന്ന് നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇത്തരം വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.